നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തില് എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ഒരുക്കാം. നമ്മുടെ ഇന്നത്തെ പാഠഭാഗങ്ങളിൽ നമുക്കെന്ന ചിന്താവിഷയം സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള വിഷയമാണ്. ബ്ലെസ്സഡ് ആർ ദ മീക്ക്. അതിന്റെ അടിസ്ഥാനമായിട്ടൊരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. The Gospel according to Saint Matthew chapter 5 verse 5. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഞാൻ ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം. Matthew 5:5. Blessed are the meek, for they shall inherit the earth. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരുടെ സന്നിധിയിൽ നന്ദിയോടെ നമുക്ക് കടന്നു വരാം. സമർപ്പിക്കുന്നു എന്റെ ജീവിതം സർവേശ്വരാ നിൻ കരങ്ങളിൽ, ശക്തി പകർന്നെന്നെ നടത്തിയിടണേ. മുക്തിദായക ശക്തിദായക, സമർപ്പിക്കുന്നു എന്റെ ജീവിതം സർവേശ്വരാ നിൻ കരങ്ങളിൽ, ശക്തി പകർന്നെന്നെ നടത്തിയിടണേ. മുക്തിദായക ശക്തിദായക, യാഹേ നീ എന്റെ ദൈവം, യാതൊന്നും ഞാൻ ഭയപ്പെടില്ല. യാഹേ നീ എന്റെ ദൈവം, യാതൊന്നും ഞാൻ. ഞങ്ങളുടെ കർത്താവായിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങള് ഞങ്ങളെ ശക്തി പകരുന്നതും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതുമായ വചനങ്ങളായിരിക്കാൻ സ്തുതിക്കുന്നു. നീതി പാതകളില് ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. സന്ധി മജ്ജകളെ തുളച്ചു കയറുന്ന വചനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ കാല് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. തേനിനേക്കാളും തെൻകട്ടേക്കാളും മധുരമേറിയ വചനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ അണ്ണാക്കിന് മധുരം നൽകുന്ന വചനത്തിനായി സ്തുതിക്കുന്നു. ചുറ്റികയായിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. തീയായിരിക്കുന്ന വചനത്തിനായി സ്തുതിക്കുന്നു. വിത്തായിരിക്കുന്ന വചനത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഇരുവായത്തിലുള്ള വചനത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, അതിന് മുൻപിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഏത് ആത്മാവിനാൽ അങ്ങയുടെ വചനങ്ങൾ എഴുതപ്പെട്ടുവോ ഹല്ലേലൂയ, അതേ ആത്മാവിൽ ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒരുക്കണമേ. കർത്താവേ, വചനം അങ്ങയുടേതാണ്, അടിയങ്ങൾ അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്. അടിയങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ലോകത്തിലെ നമ്മളെ ഈ ആധുനിക യുഗത്തില് നോക്കുമ്പോൾ വെല്ലുവിളികള് ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാധാരണയായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്ന ഒരു സ്ലോഗനാണ്, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുത്. എന്തോ വലിയ വെല്ലുവിളി വിളിച്ചു പറയുന്ന ഒരു സ്ലോഗൻ. മറ്റൊരു വെല്ലുവിളി കേട്ടിട്ടുണ്ട്, ധീരാ ധീരാ നേതാവേ, ധീരതയോട് ഭരിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. അതും ഒരു വെല്ലുവിളിയാണ്. ഞങ്ങൾ ധീരമായിട്ട് വരുന്നതിന്റെ വെല്ലുവിളികൾ. മറ്റൊരു വെല്ലുവിളി കേട്ടിട്ടുണ്ട്, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ആക്കളി തീക്കളി സൂക്ഷിച്ചു എന്ന് പറയുന്ന സ്ലോഗനുകള് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ പറയാറുണ്ട്, ചെവിയിൽ നുള്ളിക്കോളാൻ. പല പ്രാവശ്യം നുള്ളി നോക്കിയിട്ടുണ്ട്, അറിയത്തില്ല. ഏതായാലും ചെവിയിൽ നുള്ളി നോക്കാനായിട്ട് പറയുന്നുണ്ട്. പ്രതികാരങ്ങളുടെയും പ്രക്ഷോഭത്തിന്റെയും അസഹിഷ്ണുതയുടെയും പോരാട്ടത്തിന്റെയും യുദ്ധത്തിന്റെയും ലഹളയുടെയും അതിക്രമത്തിന്റെയും ശബ്ദങ്ങളാണ് നാം കൂടുതലും കേൾക്കുന്നത്. ആ ശബ്ദങ്ങൾക്കിടയിൽ 2020 വർഷങ്ങൾക്ക് മുൻപ് ഒരു മൃദുലമായ ശബ്ദം നമ്മൾ കേട്ടു. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹാപ്പി ആർ ദ മീക്ക്, ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം എന്നാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങള് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
ഒന്നാമത്തെ പ്രഭാഷണമാണ് ഗിരിപ്രഭാഷണം. ഇംഗ്ലീഷിലെ ദി സെർമൺ ഓൺ ദ മൗണ്ട് എന്നതിന് പറയപ്പെടുന്നു. രണ്ടാമത്തെ കർത്താവിന്റെ ഒരു പ്രഭാഷണമായിരുന്നു തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, ദി ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ മൂന്നാമത്തെ വലിയ ഒരു ഡിസ്കോഴ്സ് ആയിരുന്നു ഒലിവുമല സംഭാഷണം, അല്ലെങ്കിൽ ദ ഒലിവറ്റ് ഡിസ്കോഴ്സ്. അങ്ങനെ ഗിരിപ്രഭാഷണം, മഹാപൗരോഹിത്യ പ്രാർത്ഥന, ഒലിവുമല സംഭാഷണങ്ങള് കർത്താവിന്റെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളായിട്ടും സംഭാഷണങ്ങളായിട്ടും ചിന്തകളായിട്ടും വേദപുസ്തകം പ്രത്യേകമായ സമയങ്ങളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം വളരെ പ്രാധാന്യമുള്ളതാണ്. What are the 5 reasons which says the sermon on the mount is an important sermon? കർത്താവിന്റെ ഗിരിപ്രഭാഷണം വളരെ പ്രാധാന്യമുണ്ടെന്ന് 5 കൂട്ടം കാര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം പ്രാധാന്യമുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, 5 reasons why the sermon on the mount is important. Number 1, it shows the absolute necessity of the new birth. വീണ്ടും ജനനത്തിന്റെ അത്യാവശ്യകത ഗിരിപ്രഭാഷണം നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, the sermon on the mount intends to drive the listener to Jesus Christ as man's only hope of beating God's standards. അല്ലെങ്കിൽ ദൈവിക നിലവാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണെന്ന് ഗിരിപ്രഭാഷണം നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, and thirdly, sermon gives God's pattern for happiness and true success. ഗിരിപ്രഭാഷണം കർത്താവായ യേശുക്രിസ്തു വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ട്. And fourthly, നാലാമതായിട്ട്, sermon is perhaps the greatest spiritual resources for witnessing and for reaching others for Christ. ഗിരിപ്രഭാഷണം സാക്ഷീകരണത്തിനും കർത്താവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നതിനും പ്രചോദനം നൽകുന്ന ഒരു ആത്മീയ ഉറവിടമാണ്. അഞ്ചാമതായിട്ട്, life obedience to the maxims of this proclamation is the only life that is pleasing to God. ഗിരിപ്രഭാഷണത്തിന്റെ പ്രഖ്യാപനങ്ങളോടുള്ള അനുസരണമാണ് ദൈവത്തോടുള്ള പ്രസാദ ജീവിതം. ഒന്ന് ഞാൻ പറഞ്ഞു, വീണ്ടും ജനനത്തിന് വഴി തുറക്കുന്നതാണ് ഗിരിപ്രഭാഷണം. രണ്ടാമതായി, ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ് ഗിരിപ്രഭാഷണം. മൂന്നാമതായിട്ട്, യഥാർത്ഥ വിജയത്തിനും സന്തോഷത്തിലേക്കും വഴി നയിക്കുന്നതാണ് ഗിരിപ്രഭാഷണം. നാലാമതായിട്ട്, സാക്ഷീകരണത്തിന് വഴി നയിക്കുന്നതാണ് ഗിരിപ്രഭാഷണം. അഞ്ചാമതായിട്ട്, ഗിരിപ്രഭാഷണത്തെ അനുസരിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണെന്ന് നാം കാണുന്നു. No, it leads to new birth. It leads to Jesus Christ. It leads to happiness and true success. It leads to witnessing, and also by obeying it, we are pleasing God. അതുകൊണ്ട് ഗിരിപ്രഭാഷണം 5 കാരണങ്ങളാൽ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മളെ തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 8 ഭാഗ്യാവസ്ഥകള് ഗിരിപ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നു. ഈ 3 അധ്യായങ്ങൾ മുഴുവനും കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുന്നത് 8 ഭാഗ്യാവസ്ഥയെ പറ്റിയാണ്. 8 beatitudes or 8 blessings are mentioned in the first 10 verses of the Gospel of Matthew chapter 5. അല്ലെങ്കിൽ the beginning chapter of the beatitude mentions 8 beatitudes or 8 blessedness in Jesus Christ. പക്ഷെങ്കിൽ ഈ ഭാഗ്യാവസ്ഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അതുപോലെ തന്നെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവര് ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവര് ഭാഗ്യവാന്മാർ, നീതിക്ക് വിഷം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് 8ഓളം ഭാഗ്യാവസ്ഥ പറയുമ്പോൾ യേശു പറഞ്ഞ ഈ ഭാഗ്യാവസ്ഥ ലോകം പറയുന്ന ഭാഗ്യാവസ്ഥയ്ക്ക് വിപരീതമായിരുന്നു.
എന്താണ് ലോകം പറയുന്ന ഭാഗ്യാവസ്ഥ? എന്താണ് ബിയാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് എ പാരഡോക്സ്, അല്ലെങ്കിൽ why the beatitude contradicts with the principles of this world, why it is known as an irony? കർത്താവ് പറഞ്ഞ ഈ ഭാഗ്യാവസ്ഥ എന്തുകൊണ്ട് ലോക ഭാഗ്യാവസ്ഥയുമായിട്ട് വിപരീതമാണ്? Because we will see what the world says about blessedness. ലോകം ഭാഗ്യാവസ്ഥയെ പറയുന്നത് എന്താണ്? ഒന്നാമതായിട്ട് ലോകം പറയുന്നത് ഹാപ്പി ആർ ദ റിച്ച്. രണ്ടാമതായിട്ട് പറയുന്നത് ഹാപ്പി ആർ ദ നോബിൾ. മൂന്നാമതായിട്ട് പറയുന്നത് thirdly the world says happy are the successful, and fourthly the world says happy are the glamorous. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുന്നു fifthly happy are the popular, and sixthly happy are the famous, and seventhly happy are the aggressive, etc. and etc. ലോകം പറയുന്ന ഭാഗ്യാവസ്ഥയ്ക്ക് വിപരീതമായി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യാവസ്ഥ വിപരീതമാകാൻ കാരണം ലോകം പറയുന്നതിന് വിപരീതമാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ലോകം പറയുന്നത് ധനവാനാണ് ഭാഗ്യവാനെന്ന, ലോകം പറയുന്നത് മഹാനാണ് ഭാഗ്യവാനെന്ന, ലോകം പറയുന്നത് വിജയിക്കുന്നവനാണ് ഭാഗ്യവാനെന്നാണ്, ലോകം പറയുന്നത് സൗന്ദര്യമുള്ളവനാണ് ഭാഗ്യവാനെന്നാണ്, ലോകം പറയുന്നത് കീർത്തിമാനാണ് ഭാഗ്യവാനെന്നാണ്, ലോകം പറയുന്നത് പ്രശസ്തനായവനാണ് ഭാഗ്യവാൻ, ലോകം പറയുന്നത് കയ്യൂക്കുള്ളവനാണ് ഭാഗ്യവാനെന്ന. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ ഭാഗ്യാവസ്ഥ ലോകത്തിന്റെ ഭാഗ്യാവസ്ഥകൾക്ക് വിപരീതമാണ്. യേശു പറഞ്ഞത് ആത്മാവിൽ ദരിദ്രൻ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ, സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ, നീതിക്ക് വിശുദ്ധായിക്കുന്നവൻ ഭാഗ്യവാൻ, കരുണയുള്ളവൻ ഭാഗ്യവാൻ, അതുപോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, നീതി നിമിത്തം ഉപദ്രവിക്കുന്നവൻ ഭാഗ്യവാൻ, ഉപദ്രവിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള ഭാഗ്യാവസ്ഥ ലോകത്തിന്റെ ഭാഗ്യാവസ്ഥയ്ക്ക് വിപരീതമാണ്. So the beatitudes mentioned in the Gospel of Matthew chapter 5 is known as a paradox when comparing with the blessedness of this world. എന്നാൽ കർത്താവിന്റെ ഭാഗ്യാവസ്ഥ, കർത്താവ് പറഞ്ഞ ഭാഗ്യാവസ്ഥ വളരെ വിപരീതമാണ്. Why the sermon on the mount is a paradox? എന്തുകൊണ്ടാണ് ഇത് വിപരീതമാണെന്ന് പറയാനുള്ള കാരണം? Because why the sermon on the mount is a paradoxical or an irony? എന്തുകൊണ്ട് ഇതൊരു വിരോധാഭാസമായിരിക്കുന്നു പറയാൻ കാരണം, the message from Jesus does not fit into the world standards because his kingdom is not of this world but of heaven. His way of happiness is a different route. നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിന്റെ രാജ്യം സ്വർഗരാജ്യമാണ്, ലോകരാജ്യമല്ല. യേശുവിന്റെ മാർഗമാണ് ശരിയായ ഭാഗ്യാവസ്ഥയിലേക്കുള്ള മാർഗമായതുകൊണ്ട് ലോകം പറയുന്ന ഭാഗ്യാവസ്ഥകൾക്ക് വിരോധാഭാസമായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഭാഗ്യാവസ്ഥ. ലോകം പറഞ്ഞിരിക്കുന്നത് acquiring things brings happiness. ലോകം പറഞ്ഞിരിക്കുന്നത് achieving things brings happiness, and the world says doing things brings happiness. Acquiring things brings happiness, achieving things brings happiness, and doing things brings happiness. That is what the world says. കൈക്കലാക്കുന്നതാണ് ഭാഗ്യം, സമ്പാദിക്കുന്നതാണ് സന്തോഷം, പ്രവർത്തിക്കുന്നതാണ് സന്തോഷം എന്നാണ് ലോകം പറയുന്നത്. നമുക്കറിയാം, നാം എന്നും തെരുവീതികളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, തിരുവനന്തപുരം പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ഇന്നത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ. ഇന്നത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ. കോടീശ്വരൻ, അവനാണ് ഭാഗ്യവാൻ എന്ന് നാം ദിവസവും പട്ടണങ്ങളിലും മൂലകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു ലോട്ടറി എടുക്കങ്ങളെ, ഒരു ലോട്ടറി എടുക്ക് ചേട്ടാ, ഒരു ലോട്ടറി എടുക്ക യൗവനക്കാരാ, നീ നാളെ കോടീശ്വരനാകും, കോടീശ്വരനായാൽ നീ ഭാഗ്യവാനാകും. ഇതാണ് ലോകത്തിൽ നമ്മൾ കേൾക്കുന്നത്. കേരളത്തിലെ മദ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു സാധനമാണ് ലോട്ടറി. നമ്മൾ പലരും അതിനകത്ത് അകപ്പെടാറുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഷോർട്ട് കട്ട്, കോടീശ്വരനാകാനുള്ള ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയാണ്, അല്ലെങ്കിൽ അതിന്റെ വിശാലമായ വഴിയാണ് ലോട്ടറി എന്ന് ലോകം പറയുന്നുണ്ട്. ലോട്ടറി എടുക്കുന്നവൻ ഭാഗ്യവാനെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലോട്ടറി എടുക്കുന്നതിനോട് യേശു യോജിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം
ഇടുങ്ങിയ വഴിയുടെ കുറുക്കു വഴിയിലൂടെ ജോലി ചെയ്യാതെ അധ്വാനിക്കാതെ ഉണ്ടാകുന്ന സമ്പാദങ്ങളൊക്കെ ശരിയല്ലെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, 1000 പേരുടെ കണ്ണുനീരുകൾ കാണുന്ന ഒരുത്തിന് മാത്രം അടിക്കുന്ന ഈ സാധനം, ജോലി ചെയ്യാതെ അധ്വാനിക്കാതെ കുറുക്കു വഴിയിലൂടെ മനുഷ്യനുണ്ടാക്കുന്ന ഈ ഭാഗ്യാവസ്ഥ, അങ്ങനെ ഭാഗ്യം ലഭിച്ചവരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ എടുത്താൽ വലിയ ഭാഗ്യാവസ്ഥ അവർക്കും ഉണ്ടായിട്ടില്ല. വലിയ കോടീശ്വരനൊക്കെ ആയെങ്കിലും വളരെയധികം ആൾക്കാർ ആത്മഹത്യ ചെയ്തതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ദൈനംദിന പേപ്പറുകളൊക്കെ, ചിലർ മാത്രം ഒരു വർഷമെങ്കിലും രക്ഷപ്പെട്ട് കാണുമായിരിക്കാം. ഏതായാലും യേശു പറയുന്ന ഭാഗ്യം അതല്ല. ഉന്നത പദവിയിൽ ഇരിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് ലോകം പറയും. വില കൂടിയ വാഹനമുള്ളവൻ ഭാഗ്യമാണെന്ന് ലോകം പറയും. ധാരാളം ഭൂമിയുള്ളവനാണ് ഭാഗ്യവാനെന്ന് ലോകം പറയും. പണ്ഡിതനാണ് ഭാഗ്യവാനെന്ന് ലോകം പറയും. ലോകത്തിന്റെ നെറുകയിൽ ഇരിക്കുന്നവനാണ് ഭാഗ്യവാനെന്ന് പറയും. ലോക നേതാക്കന്മാരാണ് ഭാഗ്യവാനെന്ന് ലോകം പറയും. യേശു ഇതിനൊന്നും എതിരല്ലായിരുന്നുവെങ്കിലും ഇതാണ് ഭാഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ യേശു അതിനോട് യോജിക്കുന്നില്ല. വേദപുസ്തകം അതിനോട് യോജിക്കുന്നില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. വൈ ദ ബുക്ക് ഓഫ് എക്ലിസിയാസ്റ്റിസ് വാസ് റിട്ടൺ. എന്തുകൊണ്ടാണ് സഭാപ്രസംഗി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയത്? സഭാപ്രസംഗി എല്ലാം എഴുതുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. ശലോമോനും സഭാപ്രസംഗിയും സമയം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് വായിക്കണം. ലോകത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനിയും പുരാതന രാജാക്കന്മാരിൽ ശക്തനുമായ ശലോമോൻ ലോകപരമായ ഭാഗ്യാവസ്ഥകൾ പല പക്ഷങ്ങളായി സ്വായത്തമാക്കുവാൻ പരിശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് തന്റെ പിതാവിന്റെ ദാവീദിന്റെ രക്തം അദ്ദേഹത്തിന്റെ ഞരമ്പുകളിൽ കൂടി ഓടുന്നുണ്ടായിരുന്നു. സ്വർണവും രത്നവും വെള്ളിയും അമൂല്യ ശേഖരമുണ്ടായിരുന്നു. കപ്പലും പടയും കുതിരപ്പടയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുന്ദരിമാരായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും താൻ സ്വായത്തമാക്കിയ ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മേൽത്തരമായ ഭോജന മേശയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ജ്ഞാനം, അധികാരം, സമ്പത്തിനെ എന്നിവ പ്രശംസിച്ചിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്ന രാജാവ് ലോകപരപരമായ എല്ലാ ഭാഗ്യാവസ്ഥയും സന്തോഷാവസ്ഥയും ഉണ്ടായിരുന്ന രാജാവ് ഇപ്രകാരം തന്റെ ജീവിത അവസാനത്തിൽ എഴുതി വെച്ചു: എല്ലാം മായ, ജീവിതം അർത്ഥശൂന്യമാണ്. സഭാപ്രസംഗയിൽ കൂടെ ശലോമോൻ ഉറക്ക വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്: ഹാ മായ 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 എന്ന സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ മായ, സകലവും മായത്രേ. സൂര്യന് കീഴിൽ പ്രവർത്തിക്കുന്ന സകല പ്രയത്നവും മനുഷ്യന് എന്തു ലാഭം? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു: സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്, ആർ യു വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ദ ലാം? യേശുവിന്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ടവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. സൗമ്യതയുള്ളവന് ഭാഗ്യവാനാണ്. യേശുവിനെ അനുഗമിക്കുന്നവന് ഭാഗ്യവാനാണ്. വചനം വായിക്കുന്നവന്, വചനം കേൾക്കുന്നവന്, വചനം അനുസരിക്കുന്നവന് ഭാഗ്യവാനാണ്. സങ്കീർത്തനം 1 പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്റെ വഴികളിൽ നടക്കാത്തവന്, പരിപ്പെടുത്തിയിരിക്കാത്തവന്, അവനോട് നടക്കാത്തവന് ഭാഗ്യവാനാണ്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറഞ്ഞ ഭാഗ്യാവസ്ഥ ലോകത്തിലെ ധനമല്ല. വേദപുസ്തകം പറഞ്ഞ ഭാഗ്യാവസ്ഥ ലോകത്തിലെ സമ്പത്തല്ല. യേശുക്രിസ്തു പറഞ്ഞ ഭാഗ്യാവസ്ഥ ലോകത്തിലെ പദവികളല്ല. യേശുക്രിസ്തു പറഞ്ഞ ഭാഗ്യാവസ്ഥ ലോകത്തിലെ മാനങ്ങളല്ല. യേശുക്രിസ്തു പറഞ്ഞ ഭാഗ്യാവസ്ഥ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. നാം പാടുന്ന പാട്ടുണ്ടല്ലോ, ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ, അതാണ് എന്റെ ഭാഗ്യനാൾ, അതാണ് എന്റെ സന്തോഷത്തിന്റെ നാള് എന്ന ഏത് നിമിഷം യേശു എന്റെ പാപങ്ങളെ ക്ഷമിച്ചുവോ, പാപങ്ങളെ, എന്റെ ലംഘനങ്ങളെ ക്ഷമിച്ചുവോ, എന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ചുവോ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയോ, എന്ന എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നുവോ, എന്നെ ദൈവത്തിന്റെ മകനാക്കി തീർത്തുവോ, എന്നെ അവനെ ഭാഗമാക്കി തീർത്തുവോ, എന്നെ ദൈവരാജ്യത്തെ പ്രവേശിപ്പിച്ചുവോ, എന്നെനിക്ക് വീണ്ടും ജനം തന്നുവോ, അതെന്റെ ഭാഗ്യനാളാണ്. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. Happy day, happy day, when Jesus washed
my sins away. Happy day, happy day, when Jesus washed my sins away. Bhagyanam, Bhagyanam, Yeshu en സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. എന്തുകൊണ്ട്? Why did Jesus say blessed are the meek? And what is the context of this passage? ഈ ഭാഗത്തിന്റെ സന്ദർഭം എന്താണ്? The meekest was not the way of the world. സൗമ്യത എന്ന് പറഞ്ഞത് ലോകത്തിന്റെ വഴിയല്ല. ലോകത്തെ കീഴടക്കിയവരെല്ലാവരും അവർ പരാക്രമികൾ എന്ന് അറിയപ്പെടുന്നു. ലോകത്തിന്റെ നെറുകയിലെത്തിയ നേതാക്കന്മാരും ചക്രവർത്തിമാരും രാജാതിരാജാക്കന്മാരും അതുപോലെ തന്നെ സിംഹാസനത്തിരുന്ന രാജാക്കന്മാരും അലക്സാണ്ടറും നെപ്പോളിയനും അതുപോലെ തന്നെ ഹിറ്റ്ലറും അങ്ങനെയുള്ള മഹാകീർത്തിമാന്മാരായും പ്രശസ്തരൊക്കെ ലോകത്തിന്റെ നെറുകയിലെത്തിയത് അവർ യുദ്ധത്തിൽ കൂടെയാണ്, പരാക്രമത്തിൽ കൂടെയാണ്, ആക്രമണത്തിൽ കൂടെയാണെങ്കിൽ യേശു പറഞ്ഞത്, യേശു ഓരോരുത്തരുടെ ഹൃദയങ്ങൾ കീഴടക്കിയത് ആക്രമത്തിൽ കൂടെയല്ല, പരാക്രമത്തിൽ കൂടെയല്ല, യുദ്ധത്താലുമല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, സൗമ്യതയിലാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മാർഗം അഹിംസയുടെയും ക്രൂശിന്റെയും മാർഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. And what is the context of Jesus' statement? യേശു ഇത് പറയാനുള്ള സന്ദർഭം എന്താണ്? അത് അറിഞ്ഞാലേ നമുക്ക് ഈ വാക്കിന്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാകുന്നുള്ളൂ. Number 1, in Jesus' time, the proud Pharisees wanted a miraculous kingdom. യേശുവിന്റെ കാലത്ത് ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, പരീശന്മാർ. അവർ ആഗ്രഹിച്ചത് ഒരു അത്ഭുത രാജ്യമായിരുന്നു. യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന രണ്ടാമത്തെ കൂട്ടരായിരുന്നു സദൂക്യർ. അവർ ആഗ്രഹിച്ചത് ഒരു മെറ്റീരിയലിസ്റ്റിക് കിങ്ഡം ആയിരുന്നു. The Sadducees of Jesus' time demanded a materialistic kingdom. And also the third group in Jesus' time, യേശുവിന്റെ കാലത്തെ മൂന്നാമത്തെ കൂട്ടരായിരുന്നു എസ്സീൻ. And they expected and wanted a monastic kingdom. ഒരു ആശ്രമ രാജ്യം, ഒരു സന്യാസ രാജ്യം നിർമ്മിക്കണമെന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ആഗ്രഹം. And the fourth group of people were the sinners. മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന എരിവുകാരനായ ശീമോൻ എന്ന് വായിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, എരിവുകാര്. And they expected a military kingdom. അവര് ആവശ്യപ്പെട്ടത് ഒരു സൈനിക സാമ്രാജ്യമായിരുന്നു. And contrary to their expectation, the humble Jesus offered them a meek kingdom. അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി യേശു അവർക്ക് വിഭാവനം ചെയ്തതും അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചതും ഒരു താഴ്മയുടെ രാജ്യമായിരുന്നു. അതുകൊണ്ട് ഓൾവേസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജീസസ് വാസ് എ പാരഡോക്സ്. അവർക്കത് അംഗീകരിക്കാനായിട്ട് സാധ്യമായിരിക്കുന്ന വിഷയമല്ല. കാരണം ഒരു അത്ഭുത രാജ്യം, സമൃദ്ധിയുടെ രാജ്യം, സന്യാസ രാജ്യം, അതുപോലെ തന്നെ സൈനിക രാജ്യം അവർ ആഗ്രഹിച്ചപ്പോൾ യേശു വിഭാവനം ചെയ്തത് ഹല്ലേലൂയ സൗമ്യതയുടെ രാജ്യമായിരുന്നു. And Jesus offered them a meek kingdom. Now meekness has always, what is the meaning of meekness? നമുക്ക് ഇതിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, നമ്മൾ ചിന്തിച്ചത് കോണ്ടെക്സ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. രണ്ടാമതായിട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് meekness. ഒന്ന്, നമ്മൾ ചിന്തിച്ചത് യേശു ഈ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള സന്ദർഭം എന്താണ്, ഈ പ്രസ്താവന യേശു പറയാനുള്ള കാരണം ഒരു സൈനിക രാജ്യം, സമർത്ഥത്തിന്റെ രാജ്യം, അതുപോലെ തന്നെ ഒരു ആശ്രമ രാജ്യം, അതുപോലെ ഒരു സമൃദ്ധിയുടെ രാജ്യം അവർ ആവശ്യപ്പെട്ടപ്പോൾ യേശു അവർക്ക് കൊടുത്തത് സൗമ്യതയാലേ നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കും എന്ന് ആവശ്യം പഠിപ്പിച്ചു. രണ്ടാമതായിട്ട് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് യേശു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദ മീനിങ് ഓഫ് മീക്ക്നെസ്. നമ്പർ 1, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഗോഡ്സ് വേ ഫോർ മെൻ. ദൈവം തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിച്ചത് താഴ്മയാണ്. ദൈവം തന്റെ മക്കളെ പഠിപ്പിച്ചതും താഴ്മയാണ്. And it is the way of the Old Testament and it is also the way of the New Testament. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സത്യമാണ്. യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ വിടുതലിന് നായകത്വം വഹിച്ച മോശയെ പറ്റി പറയുന്നത് നമ്മൾ വായിച്ചു കേട്ടതാണ് 1-ാം പാഠത്തിൽ. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും
അതിസൗമ്യനായിരുന്നു. സങ്കീർത്തനം 25:9 ഇസ്രായേലിലെ രണ്ടാമത്തെയും ഏറ്റവും ശക്തനായ ദാവീദ് ഇപ്രകാരം എഴുതി: സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് അവൻ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സങ്കീർത്തനം 25:9 വാക്യം. അതുകൊണ്ട് it is God's way for men. It is a way of the Old Testament and it is a way of the New Testament. പഴയ നിയമത്തിലെ ദൈവം പ്രതിഷ്ഠിത സൗമ്യതയുടെ മാർഗമാണ്, പുതിയ നിയമത്തിൽ ദൈവം പ്രതിഷ്ഠിത സൗമ്യതയുടെ മാർഗമാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് ഈസ് ദ സെക്കൻഡ് മീനിങ് ഓഫ് മീക്ക്നെസ്? എന്താണ് സൗമ്യതയുടെ രണ്ടാമത്തെ അർത്ഥം? മീക്ക്നെസ് ഡസ് നോട്ട് മീൻ വീക്ക്നെസ്. സൗമ്യത എന്ന് പറയുന്നത് അത് ബലഹീനതയല്ല. മീക്ക്നെസ് മീൻസ് പവർ പുട്ട് അണ്ടർ കൺട്രോൾ. ശക്തി നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് താഴ്മയുടെ അർത്ഥം. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം: ആത്മ സംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സദൃശവാക്യം 25:8 ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സദൃശവാക്യങ്ങൾ 16:32 ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ അല്ലെങ്കിൽ സൗമ്യൻ പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. നമ്മൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട്: മെഡിസിൻ ദാറ്റ് ഈസ് ടു സ്ട്രോങ് വിൽ ഹാം റാദർ ദാൻ ക്യൂർ. ശക്തി കൂടിയ മരുന്ന് സുഖപ്പെടുത്തുന്നതിലും കൂടുതൽ ദോഷം ചെയ്യുന്നു. വിൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ഡിസ്ട്രോയ്സ്. നിയന്ത്രണമില്ലാത്ത കാറ്റ് നാശം വിതയ്ക്കും. ഇമോഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ഡിസ്ട്രോയ്സ് and has no place in God's kingdom. നിയന്ത്രണമില്ലാത്ത വികാരം നശിപ്പിക്കും. ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ളവർക്ക് സ്ഥാനമില്ല. And meekness uses its resources appropriately. അതുകൊണ്ട് താഴ്മ എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല. താഴ്മയുള്ളവൻ തന്റെ കഴിവുകളെ സന്ദർഭത്തിന് അനുയോജ്യമായി ഉപയോഗിക്കുന്നു എന്നത്രേ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് the third meaning of meekness. Meekness is opposite to violence and vengeance. നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കുന്നത് സൗമ്യത എന്ന വാക്കിന്റെ അർത്ഥം താഴ്മ അതിക്രമത്തിനും പ്രതികാരത്തിനും വിപരീതമാണ്. താഴ്മയുള്ളവൻ സ്വയം മരിച്ചവനാണ്. തനിക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളിൽ അവൻ ഭാരപ്പെടുന്നില്ല. Meek person has died to self and the meek person does not defend himself because that is his Lord's command and example. താഴ്മയുള്ളവൻ സ്വയം പ്രതിരോധിക്കുകയില്ല, കാരണം അതാണ് കർത്താവിന്റെ മാതൃകയും കർത്താവിന്റെ കൽപ്പനയും. നാലാമതായിട്ട്, what is the meaning of meekness? Meekness is not cowardice or emotional flabbiness. It is not a lack of conviction. താഴ്മ എന്ന് പറയുന്നത് ഭീതിയല്ല. താഴ്മ എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള പ്രതികാരങ്ങളല്ല. താഴ്മ എന്ന് പറയുന്നത് ബോധ്യക്കുറവുമല്ല. താഴ്മ എന്ന് പറയുന്നത് ധൈര്യം നിറഞ്ഞതാണ്, ശക്തി നിറഞ്ഞ വ്യക്തിത്വമാണ്, ദൈവത്തിൽ നിന്നുള്ള പ്രസാദമാണ്, സ്വാർത്ഥതയുമല്ല. താഴ്മയുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. Spirit of meekness is a spirit of Christ who defended the glory of his Father but gave himself in sacrifice for others. യേശുവിന്റെ മാതൃക നാം കാണുന്നു 1 പത്രോസ് 2:21-23. First Peter 2:21 and 23. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽക്കത്രേ ചെയ്തത്. എന്നാൽ ആ ക്രിസ്തു തന്നെ 2 പ്രാവശ്യം ദേവാലയത്തിൽ കടന്നു എന്ന് ചാട്ടാമാർ എടുത്ത് അതിലെ കള്ളന്മാരെ പുറത്താക്കി അതിനെ ശുദ്ധമാക്കി. ദൈവവചനത്തെ മറക്കുന്നവന്റെ മേൽ ദൈവിക ന്യായവിധി ഭയം കൂടാതെയും യേശു നടപ്പിലാക്കിയെന്നും നാം വായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് ഈ വാക്യത്തിന്റെ സന്ദർഭമാണ്. രണ്ടാമതായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ വാക്കിന്റെ അർത്ഥം, 4 അർത്ഥങ്ങൾ. 1, ഇത് ദൈവത്തിന്റെ വഴിയാണ്. 2, ഇത് ബലഹീനതയല്ല. 3, ഇത് പ്രതികാരത്തിന്റെ മാർഗമല്ല. 4, ഇത്
കുറ്റബോധം ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ശക്തിയുള്ളവരുടെ സ്വഭാവമാണ് താഴ്മ എന്ന് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് ദി മാനിഫെസ്റ്റേഷൻസ് ഓഫ് വീക്ക്നെസ്. ദൈവിക താഴ്മ പ്രകടിപ്പിച്ച ചില ആൾക്കാരെ നമുക്ക് പഠിക്കാം. ദൈവിക താഴ്മയുടെ പ്രകടനങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ ഉദാഹരണം അബ്രഹാം ആയിരുന്നു. Abraham is one of the primary examples of weakness. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ, ജനസിസ് 13:5-9, അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലി ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അവിടെ നമ്മൾ കാണുന്നുണ്ടത് കനാന്യരും പെരിസ്യരും ആ ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നമ്മുടെ മുൻപാകെ അല്ലയോ. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അധികാരവും അവകാശങ്ങളും ഉണ്ടായിട്ടും താഴ്മയോടെ വിനയത്തോടെ തന്റെ അവകാശം അധികാരങ്ങൾ മാറ്റിവെക്കുക അത്രേ അബ്രഹാം ചെയ്തത്. സെക്കൻഡ്ലി വി സീ ജോസഫ് ആൻഡ് ഹിസ് ബ്രദേഴ്സ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന താഴ്മയുടെ രണ്ടാമത്തെ ഉദാഹരണം ജോസഫും അവന്റെ സഹോദരന്മാരുമാണ്. ജനസിസ് ചാപ്റ്റർ 45:5, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ജോസഫ് സഹോദരന്മാരോട് പറയുന്നു, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കുകയും വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ സഹോദരന്മാർക്കെതിരെ പ്രതികാരം ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും അവകാശമുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും ജോസഫ് അതിന് മുതിരാഞ്ഞത് അവന്റെ ബലഹീനതയല്ല, മറിച്ച് അവന്റെ സൗമ്യതയായിരുന്നു. Thirdly, we see Moses. Numbers chapter 12:33. മൂന്നാമതായിട്ട് മോശ നമ്മൾ കാണുന്നുണ്ട്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. തനിക്കെതിരെ പിറുപിറുത്ത അഹരോനും മര്യാമിനും വേണ്ടി അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന മോശ സൗമ്യതയുടെ പ്രതീകമായിരുന്നു. ദൈവത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുക അത്ര എളുപ്പമല്ലെങ്കിലും മോശ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചവനായിരുന്നു. അവൻ സൗമ്യതയുള്ളവനായിരുന്നു. ഈ നാളുകളില് നമുക്ക് മോശയെ പോലെ സൗമ്യത ഉണ്ടാകണം. ആത്മാവിന്റെ ഫലമായിട്ടാണ് സൗമ്യതയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. അവിടെ പറഞ്ഞിരിക്കുന്നത് സൗമ്യത എന്ന് പറയുന്നത് 8ാമത്തെ ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് മോശയിൽ ഉണ്ടായിരുന്നു. മോശയെ പറ്റി ദൈവം പറഞ്ഞത് അവന്റെ ആത്മാവിന്റെ ഫലം അവനിൽ ഉണ്ടായിരുന്നു. ഈ നാളുകളില് നാം മോശയെ പറ്റി പഠിക്കുമ്പോൾ നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ, നിന്റെ ആത്മാവ് നിറഞ്ഞവരായി സൗമ്യതയുള്ളവരായി ജീവിപ്പാൻ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആ ഏലിയാവോട് ഏലിശ ആവശ്യപ്പെട്ടതുപോലെ, പുതിയ നിയമത്തില് അപ്പോസ്തലന്മാർ ആവശ്യപ്പെട്ടതുപോലെ ദൈവസന്നിധിയിൽ കടന്നു വന്ന്, കർത്താവേ, ഈ നാളുകളില് എന്റെ കുടുംബ ജീവിതത്തില്, എന്റെ സമൂഹ ജീവിതത്തില്, എന്റെ വ്യക്തിപരമായ ജീവിതത്തില്, എന്റെ ഔദ്യോഗിക ജീവിതത്തില്, എന്റെ സ്വഭാവത്തില് കോപങ്ങള്, ക്രോധങ്ങള്, ദോഷങ്ങള്, ദുഷ്ടതകളൊക്കെ നിറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവേ, നിന്റെ ആത്മാവിൽ നിറച്ച് മോശയെ പോലെയുള്ള ഒരു സ്വഭാവം എന്നിൽ തരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി, ഹല്ലേലൂയ, എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി ആത്മദാനങ്ങൾ പകരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടിക്കാം. ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി, എല്ലാം ആമേൻ. ഉയർന്നിടട്ടെ ഉണർന്നിടട്ടെ എല്ലാം അങ്ങേ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ആ മോശയെ പോലെ, യോസേഫിനെ പോലെ, അബ്രഹാമിനെ പോലെ ഈ സൗമ്യത ഞങ്ങൾ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമത്തെ വ്യക്തി ഇറ്റ് ഈസ് ഡേവിഡ്. 1 ശമൂവേല് 24 അധ്യായത്തിന്റെ 4 മുതൽ 4 വരെ. 1 ശമൂവേൽ 24:4-6. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാംഗം മുറിച്ചെടുത്തത് കൊണ്ട് ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനു നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ചമർത്തി ശൗലിനെ ദ്രോഹിപ്പാൻ അനുവദിച്ചതുമില്ല. ദാവീദിന് ശൗലിനെ കൊല്ലാമായിരുന്നു, തിന്നാമായിരുന്നു, അടിക്കാമായിരുന്നു, മുറിക്കാമായിരുന്നു, ഇല്ലാതാക്കാമായിരുന്നു, ഉപദ്രവിക്കാമായിരുന്നു, അതിക്രമിക്കാമായിരുന്നു. എന്നിട്ടും ദാവീദ് പറഞ്ഞിട്ടുണ്ട്, അവൻ ദൈവത്തിന്റെ അഭിഷിക്തനല്ലയോ. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ച് അമർത്തി ശൗലിനെ ദ്രോഹിപ്പാൻ അനുവദിച്ചതുമില്ല. അടുത്ത ഉദാഹരണം നമ്മൾ കാണുന്നത് 2 ശമൂവേൽ 16 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളാണ്. ശിമയി എന്ന് പേരുള്ള ഒരുത്തൻ ദാവീദിന്റെയും രാജപുത്രന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞു. 2 ശമൂവേൽ 16:5-12. ശിമയി ശപിച്ചുകൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തബാധക, നീ പോ. ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അബീശായി രാജാവിനോട്, ഈ ചത്ത നായ എന്റെ രാജാവായ ദാവീദിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, അവനെ വിടുവിൻ, അവന് ശപിക്കട്ടെ. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. താഴ്മയോട് തന്നെ ശപിച്ച ശിമയെ തന്റെ പട്ടാളക്കാരെ വിട്ട് അവന്റെ തല അറുത്തു മാറ്റാൻ അവകാശമുള്ള ദാവീദ് തന്റെ പടയാളികളോട് പറഞ്ഞു. ശിമയെ പറ്റി ഇപ്രകാരം പറഞ്ഞു, അവൻ ശപിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ദൈവം പറഞ്ഞായിട്ടായിരിക്കാം, അവന് ശപിക്കട്ടെ, അവനെ വിടുവിൻ. എന്നിട്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അവൻ ശപിക്കട്ടെ, പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുകയാണ്, ഇസ്രായേലിന്റെ രാജാവ് പറയുകയാണ്, യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്തത് രാജാവിന് ചെയ്യാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി, ദൈവത്തിന്റെ വലിയ വ്യാപാര ശക്തി, ദൈവവചനത്തിന്റെ വലിയ വ്യാപാര ശക്തി അടി തൊട്ട് മുടി വരെ ദാവീദിൽ വ്യാപരിച്ചത് കൊണ്ടാണ്. അത് ദൈവത്തിന്റെ വഴിയായതുകൊണ്ടാണ്, പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ പഠിപ്പിലായതുകൊണ്ടാണ് ദാവീദില് അത് നമ്മൾ കണ്ടത്. ദൈവമേ, അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, മോശയെ പോലെ, ദാവീദിനെ പോലെ എന്നിൽ നിന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമതായിട്ട്, പ്രധാനമായിട്ട് നാലാമത്തെ കാര്യം, ദി നെസസിറ്റി ഓഫ് മീക്ക്നെസ്. ഒന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ സന്ദർഭം, 2 ഞാൻ പറഞ്ഞു ഇതിന്റെ അർത്ഥം, 3 ഞാൻ പറഞ്ഞു ഇത് പ്രകടമായ ചില ഉദാഹരണങ്ങൾ. നാലാമതായിട്ട് ദി നെസസിറ്റി ഓഫ് മീക്ക്നെസ്. എന്തുകൊണ്ടാണ് സൗമ്യത നമുക്ക് ആവശ്യമുണ്ട്? ഒന്ന്, ഫസ്റ്റ്ലി the necessity of meekness is it is required for salvation. Only the meek shall inherit the earth. ദൈവരാജ്യം അവകാശമാക്കുന്നതും ഭൂമിയെ അവകാശമാക്കുന്നതും താഴ്മയുള്ളവനാ. അതുകൊണ്ട് why it is necessary? Because it is required for our salvation. നമ്മുടെ രക്ഷയ്ക്ക് അത് ഒന്നാമത്തെ ഭാഗ്യാവസ്ഥയായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായവൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അങ്ങനെ ദരിദ്രാവസ്ഥയിലേക്ക് വരുന്നവർക്ക് സ്വർഗരാജ്യമുണ്ടെന്ന് സങ്കീർത്തനം 149:4, മത്തായി 18:2-4. മത്തായി 18 നമ്മളിന്ന് സുവിശേഷഭാഗങ്ങൾ വായിച്ചു. ചുങ്കക്കാരൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, കർത്താവേ, പാപിയാ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അവൻ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, മഹാപാപിയാ എന്നോട് കരുണയുണ്ടാകണമേ. അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം
താഴ്ത്തപ്പെടും. എന്തുകൊണ്ടാണ് സൗമ്യത ആവശ്യമുള്ളത്? രക്ഷയ്ക്ക് വഴി അതാണ്. രണ്ടാമതായിട്ട്, meekness is demanded because it is commanded. നിങ്ങൾ സൗമ്യതയുള്ളവനായിരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. സഫന്യാവ് chapter 2 verse 3, സഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം സൗമ്യതയെ അന്വേഷിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. seek meekness. 3, why it is necessary? Because we cannot witness effectively without it. സൗമ്യത ഇല്ലാതെ ഒരു സാക്ഷീകരണ ജീവിതമില്ല. 1 പത്രോസ് 3:15, 1 Peter 3:15, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. So 3 necessity of salvation, necessity of meekness. Number 1, നമ്മുടെ രക്ഷയ്ക്ക് അത് ആവശ്യമാണ്, ദൈവ കൽപ്പനയാണ്. 3, സാക്ഷീകരണത്തിന് അത് ആവശ്യമാണ്. 5-ാമതായിട്ട്, the result of meekness. സൗമ്യതയുടെ ഫലം എന്താണ്? Number 1, the meek shall inherit the earth. അവർ ഭൂമിയെ അവകാശമാക്കും. എന്താണ് ഭൂമി അവകാശമാക്കുക എന്ന് പറഞ്ഞത്? സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 5 സെന്റ് സ്ഥലം മേടിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ വസിപ്പീൻ, അതിനെ ഭരിപ്പീൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയുടെ അവകാശം മനുഷ്യന് നൽകിയിരുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വരുമ്പോൾ ആ അവകാശം ദൈവം മനുഷ്യനിൽ നിന്ന് പിൻവലിച്ചു. അതിന്റെ കാരണം പാപമായിരുന്നു. In Genesis chapter 1, the inheritance of the earth was given to man. In Genesis chapter 3, the inheritance has been withdrawn because of the sin of man. And also we see, because of the sin of man, God cursed the earth. ദൈവം ഭൂമിയെ ശപിച്ചു. അതുകൊണ്ട് ആ ശാപം ഭൂമിയുടെ മേൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ അവകാശം ദൈവം ശപിച്ചത് മാത്രമല്ല, അതിൽ നമ്മെ അകറ്റിക്കളഞ്ഞു. എന്നാൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ദൈവം നിർമ്മിക്കും. ആ ഭൂമിക്ക് നമ്മളെ ദൈവം അവകാശികളാക്കി തീർക്കും 2-ാമത്തെ വരവിങ്കൽ. അതുകൊണ്ട് യേശു പറഞ്ഞ ഈ വാർത്ത, ഈ ഭാഗ്യാവസ്ഥ തന്നിരുന്നുവെങ്കിലും നാം നഷ്ടമാക്കി. എന്നാൽ നിത്യതയെങ്കിൽ പുതിയ ഭൂമിയും പുതിയ ആകാശവും കടന്നു വരുമ്പോൾ നിത്യമായി നാം അതിനെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്, the result of meekness, we will become members of the God's kingdom. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ അവർ സ്വർഗരാജ്യം അവകാശമാക്കും. Praise the Lord. Hallelujah. We will become members of God's kingdom. നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാകുന്നത് സൗമ്യതയിൽ കൂടെ കടന്നു വന്ന് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിലനിൽക്കുന്ന ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അത് വിനയത്തോടെ ചെയ്യേണ്ട കാര്യം. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് സ്വർഗത്തെ പോലും നോക്കാതെ, അവന്റെ പിതാവിനെ പോലും നോക്കാതെ അവൻ തല കൊനുക്കി തന്റെ പിതാവിനോട് പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് സൗമ്യതയോടെ മടങ്ങി വന്നപ്പോൾ സ്വർഗം അവനെ അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, the result of meekness is, മൂന്നാമത്തെ ഫലം, we will become heavenly citizens. സൗമ്യതയുള്ളവർ ഭൂമിയെ മാത്രമല്ല സ്വർഗത്തെയും അവകാശമാക്കുമ്പോൾ അവർ സ്വർഗീയ പൗരന്മാരായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ ബഹുമാനത്തിൽ ദൂതനുമായി. കാരണം നാം അവിടുത്തെ പൗരന്മാരാണ്. നമ്മെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമായി. തീർച്ചയായിട്ടും അവൻ വരും. നമുക്ക് പുതിയ ഭൂമിയിൽ ഒരു അവകാശമുണ്ട്, പുതിയ ആകാശത്തിന് അവകാശമുണ്ട്, പുതിയ സ്വർഗത്തിൽ നമുക്കൊരു അവകാശമുണ്ട്. ആ അവകാശം തരുവാനായി നമ്മുടെ കർത്താവ് മേഘാരുടനായി അവൻ മേഘങ്ങളിൽ കാഹളധ്വനിയോടെ മഹാശക്തിയോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ മേഘങ്ങളിൽ കടന്നു വരുന്ന സുദിനം. ഹല്ലേലൂയ. വിനയമുള്ളവരെ നമുക്ക് അവകാശമുണ്ട് സ്വർഗം. വിനയമുള്ളവരെ നമുക്ക് അവകാശമുണ്ട് സ്വർഗം.
വിനയമുള്ളവരെ, നമുക്ക് അവകാശമുണ്ട് സ്വർഗീയ പൗരത്വം. വിനയമുള്ളവരെ, നമുക്ക് അവകാശമുണ്ട് സ്വർഗീയ ഭവനം. അത് സൗമ്യതമുള്ളവർക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവര്, ഞാൻ ഭൂമി അവകാശമാക്കും, ഞാൻ ദൈവരാജ്യം അവകാശമാക്കും, ഞാൻ ദൈവത്തിന്റെ പൗരനാണ്, എനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതല് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കലങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. സൗമ്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദി ബിഗസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ഓഫ് മീക്ക്നെസ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അവൻ സൗമ്യതയുള്ളവനായി ബത്ഫാഗയിൽ നിന്ന് യെരുശലേമിലേക്ക് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവൻ സൗമ്യതയുള്ളവനും അവൻ ശാന്തനുമായിരുന്നു. യേശു സൗമ്യനായിരുന്നു. The greatest example and model for all lives. തലമുറകൾക്കും ഗോത്രങ്ങൾക്കും മറഞ്ഞിരുന്ന രഹസ്യം വെളിപ്പെടുത്തി ലോകത്തിൽ വന്നത് യേശുവിന്റെ താഴ്മയായിരുന്നു. അഗ്നിമയന്മാരും സ്വർഗീയ സൈന്യങ്ങളും ആരുടെ തേജസ്സിൽ ചൂളിപ്പോകുന്നുവോ അവൻ താഴ്മയെ ധരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷനായി. അവൻ പൂഴിയായ മനുഷ്യനാൽ പിടിക്കപ്പെട്ടത് അവൻ താഴ്മയുള്ളവനായതുകൊണ്ടാണ്. കന്നാഭം കയ്യഭാവും അവനെ വിസ്തരിച്ചത് അവന് താഴ്മയുള്ളത് കൊണ്ടാണ്. കള്ളസാക്ഷികൾ വിസ്തരിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടതും അവൻ താഴ്മയുള്ളവനായതുകൊണ്ടാണ്. ക്രോബേന്മാർ വഹിക്കുന്ന സാറേഭന്മാർ സ്തുതിക്കുന്ന പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് അത് അവൻ താഴ്മ കൊണ്ടാണ്. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരുന്ന് തന്നെ വിധിക്കാൻ അനുവദിച്ചത് അവന്റെ താഴ്മ കൊണ്ടാണ്. വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളെയും വിധിക്കുന്നവൻ മനുഷ്യ സിംഹാസനത്തിൽ ഇരുന്ന് വിധിക്കുന്ന പീലാത്തോസിന്റെ മുമ്പാകെ നിന്നത് താഴ്മ കൊണ്ടാണ്. സ്വർഗവും സ്വർഗാതിസ്വർഗവും സ്തുതിക്കുന്നവന്റെ മുഖത്ത് തുപ്പാൻ അവസരം ലഭിച്ചത് അവന്റെ താഴ്മ കൊണ്ടാണ്. സർവ്വലോകത്തിന്റെ ന്യായാധിപതി ചമ്മട്ടി കൊണ്ട് അടിയേറ്റത് അവൻ താഴ്മയുള്ളത് കൊണ്ടവനാണ്. ഒരു വസ്ത്രം പോലെ ആകാശം വിരിച്ചവന്റെ വസ്ത്രം കീറാൻ പട്ടാളക്കാർക്ക് സാധിച്ചത് അവന്റെ താഴ്മ കൊണ്ടാണ്. വെള്ളിയാഴ്ച ആദാമിനെ സൃഷ്ടിച്ചവൻ വെള്ളിയാഴ്ച തന്റെ സൃഷ്ടികളാൽ ശിക്ഷയേറ്റത് അവൻ താഴ്മയുള്ളവനായതുകൊണ്ടാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ തന്റെ ജനത്താൽ അപമാനമേറ്റത് അവന്റെ താഴ്മ കൊണ്ടാണ്. മനുഷ്യർക്ക് സംസാരിപ്പാൻ നാവും ശക്തിയും നൽകിയവൻ കൊലയ്ക്ക് കൊണ്ടുപോകപ്പെട്ടത് കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നത് അവൻ താഴ്മയുള്ളവനാണ്. അത്യുന്നതങ്ങളിൽ ദൂതന്മാർ ആരാധിക്കുന്നവൻ വന്ദിക്കുന്നവൻ മനുഷ്യനാൽ പരിഹസിക്കപ്പെട്ടപ്പോൾ അവൻ സഹിച്ചത് അവന്റെ താഴ്മ കൊണ്ടാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അരുളി ചെയ്തത് അവന്റെ താഴ്മ കൊണ്ടാണ്. മനുഷ്യന് കൈകൾ നൽകിയവൻ ആ കരങ്ങൾ കൊണ്ട് ആണിയടിക്കപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്നതും പ്രതികാരം ചെയ്യാതിരുന്നതും അവന്റെ താഴ്മ കൊണ്ടാണ്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചവൻ തന്റെ സൃഷ്ടിയാൽ മുൾക്കിരീടം തലയിൽ വയ്ക്കപ്പെട്ടപ്പോഴും മിണ്ടാതിരുന്നത് അവന്റെ താഴ്മ കൊണ്ടാണ്. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ പ്രകോപിതനാക്കുമ്പോൾ സംയമനം പാലിച്ചത് താഴ്മ കൊണ്ടാണ്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും തന്നെ പരിഹസിച്ചപ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് മിണ്ടാതിരുന്നത് താഴ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഈ മഹാമാരിയുടെ കാലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന് നമ്മോട് പറയാനുള്ളത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. 2 ദിനവൃത്താന്തം 7:14 എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാഗ്യങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുത്തു. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കാം. എല്ലാവരും തലകളെ വണക്കിക്കാം, കണ്ണുകളെ അടച്ചാണ്. നമ്മുടെ കർത്താവ് അതിസൗമ്യനായിരുന്നു. അവനെ പോലെ ആരുമില്ല, അവനോടൊപ്പം നിൽപ്പാനും ആരുമില്ല, അവനേക്കാൾ വലിയവനും ആരുമില്ല. എങ്കിലും അവൻ ലോകത്തിൽ ഏറ്റവും സൗമ്യനും ജയശാലിയുമായിരുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ഈ സൗമ്യതയെ പറയാനുള്ള സന്ദർഭം എന്തായിരുന്നു?
ലോകം ആഗ്രഹിച്ചത് ശക്തിയാലുള്ള, സമർത്ഥ്യാലുള്ള, സൈന്യത്താലുള്ള ഒരു രാജ്യമായിരുന്നു. ഈ സൗമ്യതയുടെ അർത്ഥം എന്താണ്? അത് യേശുവിന്റെ മാർഗമായിരുന്നു. അത് ബലഹീനതയല്ല, അത് ശക്തിയുടെ മാർഗമാണ്. അത് പ്രതികാരത്തിന്റെ മാർഗമല്ല. ഹല്ലേലൂയ, അത് ജയത്തിന്റെ മാർഗമാണ്. ഈ സൗമ്യതയുടെ ഉദാഹരണങ്ങൾ അബ്രഹാമിന്റെയും ഹല്ലേലൂയ ദാവീദിന്റെയും യോസഫിന്റെയും ജീവിതത്തിലും യേശുവിന്റെ ജീവിതത്തിലും നമ്മൾ കണ്ടു. കർത്താവേ, അവരെ പോലെ ഞങ്ങളെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ കണ്ടത് ദി നെസസിറ്റി ഓഫ് മീക്ക്നെസ്. സൗമ്യതയുടെ ആവശ്യം അത് രക്ഷയ്ക്ക് ആവശ്യമാണ്. അത് നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാക്ഷീകരണത്തിന് അത് ആവശ്യമാണ്. അത് സുവിശേഷം പറയുന്നതിന് ആവശ്യമാണ്. അവസാനമായിട്ട് നമ്മൾ കണ്ടത് യേശു ഹല്ലേലൂയ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന പ്രതിഫലം. The result of meekness is the kingdom of God, the kingdom of earth and citizenship in heaven and homes in heaven. ഇതിന്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ ഭവനമുണ്ട്, സ്വർഗീയ രാജ്യമുണ്ട്, പുതിയ ഭൂമി നമുക്കുണ്ട്. മാത്രമല്ല സ്വർഗത്ത് നമുക്ക് ഭവനങ്ങളുണ്ട്. യേശു അതിസൗമ്യനായിരുന്നു. അവന് സൈന്യത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തികളൊന്നും വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദാസനെ പോലെ സൗമ്യനായി ജീവിച്ച് കർത്താവേ, പലപ്പോഴും ഞങ്ങള് ക്ഷമിക്കാത്തത്, പലരോട് ഇന്നുവരെയും ക്ഷമിക്കാത്ത കുറവ് ഞങ്ങൾ ക്ഷമിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പലപ്പോഴും വർഷങ്ങളായിട്ട് മിണ്ടാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ക്ഷമിക്കാത്തവരുണ്ട്, സൗമ്യത കാണിക്കാത്തവരുണ്ട്, പൊട്ടിത്തെറിക്കുന്നവരുണ്ട്, വളരെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ മുറിപ്പെടുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, സംസാര ശൈലികൾ ശരിയല്ലാത്തവരുണ്ട്, എന്താണെന്ന് പറയുന്ന പോലും ചിന്തിക്കാത്തവരുണ്ട്. ദൈവമേ, ഈ ആധുനിക ലോകത്തെ വെല്ലുവിളിയുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കുമ്പോൾ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കാണിച്ചു തരാമെന്ന് പറയുന്ന ലോകത്തിന് മുമ്പാകെ, തീക്കളിയായിട്ട് സൂക്ഷിച്ചോ എന്ന് പറയുന്ന ലോകത്തിന് മുൻപാകെ, കർത്താവേ, സൗമ്യതയുള്ളവരായ യേശുവിന്റെ മാർഗത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടിന്റെ ഒരു ശീലികൾ നമുക്ക് കേട്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മനസ്സിൽ, കർത്താവേ, അങ്ങയുടെ വിനയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും തലകളെ വണക്കാം. അലസരായിരിക്കരുത്. ചില നിമിഷങ്ങൾ മാത്രം ദൈവസന്നിധി എല്ലാവരും, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും വിനയത്തോടെ ഇരുന്നാട്ട് ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ, കർത്താവേ, യേശുവിന്റെ അല്പമെങ്കിലും സൗമ്യത, ആത്മാവിന്റെ ഫലമായ അല്പമെങ്കിലും സൗമ്യത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിലും ഞാൻ നിനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുമില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുമില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളതാ. അരുതെന്ന് പറയുമവൻ, എന്റെ നിലവുകളൊന്നു മാറിയാൽ
ധൈര്യം നൽകി മാർവോടണയ്ക്കും. എന്റെ നാവൊന്ന് പിഴച്ചിടുകേ അരുതെന്ന് പറയുമവൻ. എന്റെ ദിനവുകളൊന്നു മാറിയാൽ ധൈര്യം നൽകി മാർവോടണയ്ക്കും. ഇത്ര നല്ല സ്നേഹിതൻ ആരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിടുമേ. ഇത്ര നല്ല സ്നേഹിതൻ ആരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. എന്റെ ബലമൊന്നു ക്ഷയിച്ചിടുകേ തുണയേകി കരുതുമവൻ. എന്റെ മിഴികൾ ഒന്നു നിറഞ്ഞാൽ ആശയാലിൻ മനം നിറയ്ക്കും. എന്റെ ബലമൊന്നു ക്ഷയിച്ചിടുകേ തുണയേകി കരുതുമവൻ. എന്റെ മിഴികൾ ഒന്നു നിറഞ്ഞാൽ ആശയാലിൻ മനം നിറയ്ക്കും. ഇത്ര നല്ല പാലകൻ ആരുമനാഥൻ എന്നെ ജയത്തോടെ നടത്തിടുമേ. ഇത്ര നല്ല പാലകൻ ആരുമനാഥൻ എന്നെ ജയത്തോടെ നടത്തിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല,